ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ എനിക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിയപ്പോൾ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ ഉണ്ട്, പക്ഷേ റവ കൊണ്ടല്ല, ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സേമിയൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ സേമിയത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാവാൻ. അപ്പോൾ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ മക്കളൊക്കെ അത് കഴിച്ചോളും. ഇപ്പം നല്ല നിങ്ങൾ പായസം മാത്രമല്ല സേമിയത്തിന് ഉണ്ടാക്കാൻ, ഇതും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിനായിട്ട് വറുത്ത റവ എടുത്തിട്ടുണ്ട്. 500 റവയാണ് എടുത്തത്, വറുത്ത റവ. നിങ്ങൾക്ക് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ റവയല്ല ആണെങ്കിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് ഉഴുന്നും പരിപ്പാണ് കേട്ടോ ഇട്ടത്. ഉഴുന്നും പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഒരു 3-4 പച്ചമുളകൊക്കെ എടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി മതി. അതും പിന്നെ സവാള ഒരു മീഡിയം സൈസിൽ 2 സവാളയും കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ വഴറ്റി എടുത്ത് ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റിയിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ്, പിന്നെ ഞാൻ ഗ്രീൻ പീസ് കയ്യിലില്ലെങ്കിൽ എടുക്കൊന്നും വേണ്ട കേട്ടോ. ഗ്രീൻ പീസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ബീൻസ് എടുത്താലും മതി. ഞാനൊരു കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഗ്രീൻ പീസ് എടുത്തത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ഇഞ്ചിയും പച്ചമുളകും ഉള്ളി മാത്രം ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ മക്കളെ വയറ്റിലേക്ക് എത്തുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. കാരണം ഈ ക്യാബേജും ഈ ഗ്രീൻ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടിടുക. അപ്പോൾ ഞാൻ അവിടെ ഒരു 3/4 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സേമിയ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം വെള്ളം. ഇതുപോലെ സേമിയൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കണം. നിങ്ങൾ വിചാരിക്കുക സേമിയ തീരെ വെള്ളം വേണ്ടാന്ന്, പക്ഷേ സേമിയ വെള്ളം വേണം, എന്നാലേ അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് സേമിയ വെന്തിട്ടുണ്ടെന്ന്, പക്ഷേ വെന്തിട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ടാണ്, സേമിയ ആയതുകൊണ്ട് ഒട്ടിപ്പിടിച്ച പോലെ തോന്നും, പക്ഷെ ഒട്ടിയിട്ടൊന്നുമില്ല. ഇത് വേറെ വേറെ നിൽക്കും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടുക. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇടുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. എന്താണ്, നാളികേരം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലിട്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം നാളികേരം ഒഴിവാക്കാം. പക്ഷെ നാളികേരം ഇതിലേക്ക് ഇടണം, ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ നാളികേരം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ചീനച്ചട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടി പോലെ നിൽക്കുന്നത്. അതൊന്ന് ചൂടാറിയാൽ ഒറ്റൊറ്റയായിട്ട് നിൽക്കും. നല്ല രസമാണ് കഴിക്കാൻ. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ സേമിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാനും നല്ല ഇതാണ്. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാൻ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഒട്ടിയിട്ടൊന്നുണ്ടാവും, കുറച്ച് തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ പൊട്ടാത്ത സേമിയൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം മതി. അടിപൊളി ടേസ്റ്റ് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുക. അത് നമുക്ക് രാത്രിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പഴമൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ, ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി സേമിയൻ്റെ ഉപ്പുമാവ് നിങ്ങളെല്ലാവരും റെഡിയാക്കി വെക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.